വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇലക്ഷൻ ബസ്സിൽ അഭിലാഷ് മോഹനൊപ്പം ഉണ്ട്. അഭിലാഷ്, മന്ത്രി ബസ്സിൽ കയറിയോ? അക്ഷയ, മന്ത്രി വി ശിവൻകുട്ടി നമ്മോടൊപ്പം ഉണ്ട്. നമുക്കറിയാം, വലിയ ചൂടേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് നേമം. നല്ല ചൂടുണ്ട്, ഇലക്ഷൻ്റെ ചൂടും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും പ്രകൃതിയുടെ ചൂടും രണ്ടും നന്നായി തന്നെ ഉണ്ട്. എങ്ങനെ പോകുന്നു? ഇപ്പോൾ നോമിനേഷൻ കൊടുത്തിറങ്ങിയതേ ഉള്ളൂ. നോമിനേഷൻ 11:30 മണി കഴിയപ്പോൾ കഴിഞ്ഞു. അതിനുശേഷം ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു അമ്പലത്തിൽ പൊങ്കാലയുണ്ട്, അവിടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും ഏറ്റവും അധികം സംസാരിക്കുന്ന ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. അതൊരു BJP ഒരു പ്രാവശ്യം ജയിച്ചതുകൊണ്ട്, NDA ഒരു പ്രാവശ്യം ജയിച്ചതുകൊണ്ട് ജയിക്കുകയും അതിനുശേഷം അവർ പരാജയപ്പെടുകയും ചെയ്തതുകൊണ്ട് ഉറ്റുനോക്കുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് മത്സരിക്കുന്നത്, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കെ മുരളീധരൻ മത്സരിച്ചു. കോൺഗ്രസ് ശക്തമായ മത്സരം കാഴ്ചവെച്ചു. ഇത്തവണ ശബരിനാഥനാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് ഇത്തവണയും ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇടതുപക്ഷ നമ്മുടെ ഈ നിയമമണ്ഡലം രൂപീകരിച്ചതിന് ശേഷം 3 തെരഞ്ഞെടുപ്പാണ്. ആ 2 തെരഞ്ഞെടുപ്പിലും വളരെ വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് UDF ഫീൽഡ് ചെയ്തത്. എന്നാൽ ആദ്യ മണ്ഡല രൂപീകരിച്ചു നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ സാർ അന്ന് തിളങ്ങി നിൽക്കുന്ന അവസരമാണ്. കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു മമത കേരളത്തുകാർക്കുണ്ടല്ലോ, ഒരു ബഹുമാനവും റെസ്പെക്റ്റൊക്കെ ഉണ്ട്. അന്ന് ഞാനും അദ്ദേഹം കൂടെ മത്സരിച്ചു. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താനും വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അത് ഒരു BJP മണ്ഡലമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അസംബ്ലിയിൽ ഒരു വോട്ടിംഗ് പാറ്റേണാണ്, പാർലമെൻറ്റ് ഇലക്ഷൻ ഒരു വോട്ടിംഗ് പാറ്റേണാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു വോട്ടിംഗ് പാറ്റേൺ. അതാണ് ഈ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പിൽ 2016 രാജഗോപാൽ സാർ എന്നെ പരാജയപ്പെട്ടു. കുറവായിരുന്നെങ്കിലും എനിക്കന്ന് ഞാൻ ജയിച്ചപ്പോൾ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട്, എനിക്ക് 59,000 വോട്ട് കിട്ടി. അന്ന് ജയിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് എനിക്ക് അന്ന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും മത്സരിച്ചു. ഇപ്പോൾ കുമ്മന രാജശേഖര സാറായിരുന്നു. അപ്പോഴാണ് ശ്രീ മുരളീധരൻ വന്ന് മത്സരിക്കാൻ വന്നത്. അദ്ദേഹം ഒരു 30,000-ഓളം വരുന്ന വോട്ട് പിടിച്ചു. അപ്പോൾ നമ്മൾ ജയിക്കുന്ന സാഹചര്യം വന്നു. അപ്പോൾ ശക്തനായിട്ടുള്ള UDF കാൻഡിഡേറ്റ് വന്നപ്പോഴും ദുർബലനായിട്ടുള്ള UDF കാൻഡിഡേറ്റ് വന്ന അവസരത്തിലും LDF ജയിച്ചിട്ടുണ്ട്. അവിടെ ഇതിപ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അങ്ങും കേട്ട് കാണുമല്ലോ. കൃത്യമായിട്ട് നേമം മണ്ഡലത്തിൽ ഡീൽ, BJPയെ ജയിപ്പിക്കാമെന്ന് CPM ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. BJPയെ ജയിപ്പിക്കാൻ ഞാൻ BJPയും CPM കൂടി ഡീൽ ഉണ്ടാക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഞാൻ CPM-ഉം BJP തമ്മിൽ ഡീൽ ഉണ്ടാക്കുക അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രിയായിട്ടുള്ള ഞാൻ തോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തോ തകരാറുണ്ട്. അദ്ദേഹം പറയുന്നത് പാലക്കാട് BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലമാണ്. അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി ഒരു പുതുമുഖമാണ്, ഒരു വ്യവസായിയാണ്, ഹോട്ടൽ വ്യവസായിയാണ്. അപ്പോൾ ഒരു ദുർബലനായ സ്ഥാനാർത്ഥി അവിടെ BJPക്ക് ഇട്ടുകൊടുക്കുക, സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ ഒരു പാരമ്പര്യമുള്ള ഒരു പാർട്ടി UDF ആണ്. കോൺഗ്രസ്സാണ് അങ്ങനെ വോട്ട് കച്ചവടം നടത്തിയിട്ടുള്ളത്. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ വോട്ട് കച്ചവടം നടത്തുകയും കയ്യോടെ പിടിക്കപ്പെടുകയും ചെയ്ത ഒരു മുന്നണിയാണ് UDF-ഉം കോൺഗ്രസ് എന്ന് പറയുന്നത്. LDF-നും CPM-നും വോട്ട് കച്ചവടം നടത്തിയ ഒരു പാരമ്പര്യമില്ല. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ വോട്ട് കച്ചവടം നടത്തുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു ആശയം ഉന്നയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും എന്ത് നുണയും പറഞ്ഞ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വരിക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ഞങ്ങൾ LDF-ൻ്റെ 10 വർഷക്കാലം ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് UDF-ൻ്റെ 5 വർഷക്കാലം വിലയിരുത്താം. അല്ലെങ്കിൽ മറ്റൊരു UDF-ൻ്റെ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്തിലല്ല, അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം വേണമെങ്കിൽ വിലയിരുത്താൻ. ശ്രീ AK ആന്റണി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണല്ലോ. അന്നല്ലേ ഈ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും കലാഭൂമിയായത്. മാറാട് കല നടന്നത് ആര് കാലഘട്ടത്തിലാണ്? നമ്മുടെ വയനാട് കലാപം നടന്നത്
മുത്തങ്ങ വെടിവെപ്പ് നടന്നത് ആര കാലഘട്ടത്തിലാണ്?